എറണാകുളത്ത് നടന്ന 36ാമത് KCBC പ്രൊഫഷണൽ നാടക മത്സരത്തിൽ കൊല്ലം കുട്ടിയം പുല്ലിച്ചിറ സ്വദേശി മികച്ച നടനുള്ള അവാർഡിന് അർഹനായി. ആരും ചോദിക്കാനില്ലാത്ത ആദിവാസി പുഴുക്കളെന്നുള്ള ധാർഷ്ട്യമൊന്നും വേണ്ടേ മാനെ. ഇവിടെ കാണും ഒരു 20 വർഷം മുമ്പുള്ള രേഖ. അതിലൊന്ന് നോക്ക്. അതിൽ കാണും കുഞ്ഞുമോൻ്റെ പേര്. മാവോയിസ്റ്റ് എന്നുള്ള വിശേഷണത്തിൽ. എല്ലാം അവസാനിപ്പിച്ച് പോലീസിൽ കീഴടങ്ങിയത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. അവൾക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിനാരെങ്കിലും കാരണമായിട്ടുണ്ടെങ്കിൽ മുറിച്ചെടുക്കും ഞാൻ ആ തലകൾ. നാടകമേഖലയിൽ വന്നത് എത്ര വർഷമായി? 35 വർഷമായി. എടുത്തു പറയാനുള്ളത് കാളിദാസാരാന്തരം, കൊല്ലം അസീസി, ദൃശ്യകലാഞ്ജലി കൊല്ലം, ദൃശ്യകല, സംഘകേളിതിരുവനന്തപുരം. എല്ലാ നാടകങ്ങളും ഇഷ്ടമാണ്. എന്നാലും കൊല്ലം ഐശ്വര്യയുടെ നാടകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നാടകമായിരുന്നു. കൊട്ടാരം കിട്ടിയ കോമാളി, കിനാവിൻ്റെ കൂടാരം, കൊല്ലം അസീസിയുടെ പഞ്ചനക്ഷത്ര സ്വപ്നം, ചങ്ങനാശ്ശേരി അണിയറയുടെ നോക്കൂത്തി എന്ന് പറയുന്ന നാടകം, അതുപോലെ തന്നെ റാഫിയുടെ വയനാട് റാഫിയുടെ, അത് ഞാൻ 4 വർഷം ഉണ്ടായിരുന്നു, വയനാട് റാഫിയുടെ അലങ്കാര മത്സ്യം എന്ന് പറയുന്ന നാടകം. അത് ഗംഭീരമായ നാടകമായിരുന്നു. എനിക്ക് നല്ല വേഷവും വരുന്നു അതിനകത്ത്. അവാർഡ് കിട്ടിയ നാടകത്തിനെ കുറിച്ച് 2 ഡയലോഗ് എന്ന് പറഞ്ഞു. ഇത് എത്ര കുടിച്ചിട്ടും മനസ്സിൽ തീയണയുന്നില്ല. എൻ്റെ മോളുടെ നിലവിളി മനസ്സ് അങ്ങോട്ട് പോകുന്നില്ല. അപ്പം അവൻ്റെ 2 ഡയലോഗുണ്ട്. അപ്പം പുള്ളി കയ്യിലിരിക്കുന്ന മെഡലിൽ ഒരു മെഡൽ കയ്യിലിരിപ്പുണ്ട്. അത് കാണിച്ചിട്ട്, നീ ഇത് കണ്ടോടാ ചെല്ല, 10ാം ക്ലാസ്സിലെ പരീക്ഷയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചതിന് എൻ്റെ മോക്ക് കിട്ടിയ മെഡലാ. അന്ന് അവൾ ആദ്യമായിട്ട് പറഞ്ഞത്, അപ്പാ എനിക്കൊരു ഡോക്ടർ വേണമെന്ന്. പിന്നീട് അങ്ങോട്ട് എനിക്കും അതൊരു സ്വപ്നമായിട്ടാ. മത്സരത്തിന് മുമ്പ് നാടകമുണ്ടായിരുന്നു. അതിൽ സന്തോഷമെന്ന് പറയുന്നത്, ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് പോവുകയാണ് കളിച്ചത്. നമ്മുടെ ഫസ്റ്റ് നാടകമാണ്. നല്ല നല്ല ഇതായിരുന്നു. ആൾക്കാർക്ക് വളരെ ഹാപ്പി ആയിരുന്നു, കൊള്ളാമായിരുന്നു എന്നുള്ള അഭിപ്രായം തന്നെയാണ് കിട്ടിയത്. പിന്നെ ഇങ്ങനൊരു അവാർഡ് കിട്ടി. ആദിവാസി മേഖലയിൽ നിന്നൊരു പെൺകുട്ടി, നല്ലൊരു പഠിക്കുന്ന ഒരു പെൺകുട്ടി, അത് പഠിച്ച് MBBS എടുക്കുന്നു. അപ്പോൾ ഇവരുടെ തൊട്ടടുത്ത് തന്നെ ഒരു മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ഈ പെൺകുട്ടിക്ക് നിയമനം കിട്ടുന്നു. അങ്ങനെ അവിടെ ജോലിക്ക് പോകുന്നു, വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ആദിവാസി മേഖലയിലുള്ള അവരുടെ ട്രീറ്റ്മെൻറ്റ് ഈ ഹോസ്പിറ്റലാണ്. അപ്പം അത് ഫ്രീ ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പോൾ അവർ വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും അവർക്ക്. അങ്ങനെ ഇവിടുന്ന് 3-4 പേര് ചെറുപ്പക്കാർ ഇവിടെ പോയി ചികിത്സ തേടി അവിടെ വെച്ച് മരിക്കുന്നു. ഈ പെണ്ണ് ഡോക്ടറായതിനു ശേഷം ഈ ഫയലുകളൊക്കെ പരിശോധിച്ച് വന്നപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ വളരെ നിസ്സാരമായ അസുഖമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അങ്ങനെ ഇവർ മരിച്ചതിൻ്റെ കാരണം ഈ പെണ്ണ് അന്വേഷിക്കുമ്പോഴത്തേക്ക് അവയവദാനം ചെയ്യുന്നതിന് വേണ്ടി ഇവരെ കൊന്നതാണെന്നുള്ള ഈ പെണ്ണിന് മനസ്സിലാവുന്നു. ഇവരെ നിന്നെല്ലാം അവയവങ്ങൾ ഇവർ എടുത്ത് ഒരുമിച്ചു. അങ്ങനെ ഈ പെണ്ണ് ഇതിൻ്റെ റെക്കോർഡ്സുകൾ കംപ്ലീറ്റ് മീഡിയയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് കളക്ട് ചെയ്ത് പോകാനായിട്ട് വരുമ്പോഴത്തേക്ക് 1-2 ഗുണ്ടകൾ വന്ന് പെണ്ണിനെ തടയുകയും ഇവിടെ എതിർത്തപ്പോഴത്തേക്ക് ഇവിടെ റേപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇവള് ഒരു മരണത്തോടടുക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഇവിടെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെട്ടിട്ട് ഓരോ വീട്ടിൽ വന്ന് തന്തയെടുത്ത് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഇയാൾ ഇതിൻ്റെ പ്രതികാരം ചെയ്യുന്നു. കണ്ടോണ്ടിരിക്കുന്നില്ല കുറേ മുഹൂർത്തങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു നാടകമാണ്. അതിനകത്ത് എനിക്ക് തന്തയുടെ വേഷമാണ്. അപ്പോൾ ആ വേഷത്തിനാണ് ഇപ്പോൾ POCയിൽ അവാർഡ് കിട്ടിയത്. ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകം ഏതാണ്? നിറം എന്ന നാടകത്തിലെ മികച്ച അഭിനയമാണ് പുത്തൻ ചാമവിള പുല്ലിച്ചിറ ബാബുവിനെ അവാർഡിന് അർഹനാക്കിയത്. രചന ചന്ദ്രൻ S. രാമനും സംവിധാനം KPSC സജീവ് മാടവനയും നിർവഹിച്ച നാടകമാണ് നിറം. KCBC മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാംപ്ലാനി ബാബുവിന് POC ആസ്ഥാനത്ത് അവാർഡ് നിർവഹിച്ചു. ന്യൂസ് കേരളം 24.